ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ച ചെമ്മീൻ കറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ചെമ്മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇതിലേക്കുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായാൽ നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 5-6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കാം. ഇവിടെ ഇപ്പോൾ തേങ്ങ കൂടുതൽ ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ വറുത്തെടുത്താൽ മതി. ഇപ്പോൾ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. ഇനി കറിയിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായാൽ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറിയുള്ളി ഇവിടെ ഞാൻ പകുതിയായാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സവാള ചതുര കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊന്നായി വന്നാൽ പാനിലെ സവാളയെല്ലാം ഒരു സൈഡിലേക്ക് നീക്കിയിട്ട് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. പാനിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ പൊടികളെല്ലാം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ വീതമാണ് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നായി വന്നാൽ നമുക്കിതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാൻ തേങ്ങയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സാക്കിയെടുക്കാം. തേങ്ങയൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ കറിക്ക് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തേങ്ങ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4-5 പീസ് കുടംപുളി ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ കറിയിലേക്ക് കൂടുതൽ പുളിയായിട്ടുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് കുടംപുളി എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഞാനിതൊന്ന് ഇളക്കി നോക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് നേരം നമുക്കിത് തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കിനും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.